ഇത് ജാപ്പനീസ് തുണ്ടെന്നല്ല കേട്ടോ, മുഖം ബ്ലർ ചെയ്തുകൊണ്ട് ആരും അങ്ങനെ തെറ്റിയിരിക്കണ്ട. ടീഷർട്ടിന് മുകളിലൂടെ റൗക്ക പോലെ എന്തോ ഇട്ടേക്കുന്ന ഈ പച്ച ഷർട്ടിട്ട് അമ്മാവനും റെസിഡന്റ് അസോസിയേഷൻ വസന്തങ്ങളും ചേർന്നിട്ട് ഈ യുവതി നടത്തുന്ന ഉപ്പിലിട്ട് എന്ന സംരംഭത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് കേട്ടോ. 70-80കളിലെ വസന്തങ്ങൾക്ക് 2K90s പിള്ളേരോട് കാണുന്ന ഒരു പ്രത്യേകതരം അലർജിയാണ് ശരിക്കും ഈ പ്രശ്നത്തിന് കാരണം. പക്ഷേ ഈ പെങ്കൊച്ചങ്ങാനം എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല സാറേ എന്ന് പറഞ്ഞ് വനിതാ കമ്മീഷനിലോ മനുഷ്യാവകാശ കമ്മീഷനിലോ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ ഓടിയാൽ മുഴുക്കൂല. അത് ഉമാർക്ക് അറിയത്തുമില്ല. നാട്ടിൻപുറത്തല്ല, സിറ്റിയിലാണ് ഈ പ്രശ്നം ആലോചിക്കണം. 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഉപ്പിലിട്ട ഐറ്റംസ് വാങ്ങിച്ച് ചുമ്മാ കഴിച്ച് അവിടെ നിന്ന് പോവാം. നിലവിൽ ഉപ്പിലിടാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും 25 രൂപയ്ക്ക് ഈ കടയ്ക്കകത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. വാങ്ങിച്ച് കഴിക്കാം. ഉപ്പിലിട്ട സാധനങ്ങളുടെ രുചി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സാധനത്തിന്റെ രുചി. വലിയ പ്രത്യേകത ഒന്നുമില്ലെങ്കിലും വൃത്തിയായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ നാട്ടിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ വളരെയധികം വിമർശിക്കുന്നത് ഈ നാട്ടിലെ പഴയ വസന്തങ്ങൾ തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. ഈ വീഡിയോ ഇടുന്ന ദിവസം തന്നെയാണ് ഈ കട ഇവിടെ സ്റ്റാർട്ടായ സമയം തന്നെ ഇവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഈ കട എത്ര ദിവസം അവന്മാരൊക്കെ ചൊറിയാറിന് ഇവിടെ നിൽക്കും എന്നുള്ളത് ആർക്കും അറിയത്തില്ല. എങ്ങനെ ഈ കട ഇവിടെ നിന്ന് മാറ്റേണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബ്ലർ ചെയ്തിട്ട് വീഡിയോസ് ബ്ലർ ചെയ്യാതൊന്നുകൂടെ പോസ്റ്റ് ചെയ്തിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ സംരംഭത്തിന് മറക്കാതൊന്ന് സപ്പോർട്ട് ചെയ്യുക.